നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങുന്നു. അത് വാങ്ങുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ടോ എക്സ്പയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ ഉപഭോക്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമ്മുടെ രാജ്യത്തുണ്ട്. ഗ്യാസ് സിലിണ്ടറിൽ നമ്മളത് ക്യാരി ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റെ ഇടതോ വലതോ ഭാഗങ്ങളിലായിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു. 2023 ഒരു ഗ്യാസ് സിലിണ്ടറാണ് നമ്മുടെ വീട്ടിൽ വന്നത്. വക്കീലെ, എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടല്ലോ, ഉപഭോക്താക്കൾക്ക് വേണ്ടുന്ന പരിരക്ഷ നൽകുന്ന നിയമമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഉപഭോക്താവിന് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങുന്നു. അത് വാങ്ങുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ടോ എക്സ്പയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു മത്സ്യ മാർക്കറ്റിൽ പോകുന്ന ഉടനെ ആ മത്സ്യം ചീഞ്ഞതാണെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം നോക്കി നമുക്ക് വാങ്ങാനുള്ള ഒരു സെൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതൽ അതുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ വാർത്തകളിലൊക്കെ എപ്പോഴും കേൾക്കുന്നുമുണ്ട്, ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു, വലിയ വലിയ രീതിയിലുള്ള അപകട വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണനിലവാരം പരിശോധിക്കാനോ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? കൃഷ്ണകുമാർ സാറിൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ ഉപഭോക്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നമ്മുടെ രാജ്യത്തുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിയമം. അതുകൂടാതെ അതേ ആക്ടിനകത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു സംഗതിയുണ്ട്. അത് കൺസ്യൂമറുടെ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്, കടമകളെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സാറ് ചോദിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഗ്യാസ് കുറ്റി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കൊണ്ടുവരുന്ന ആരാണോ അത് നമ്മുടെ അകത്തേക്ക് കൊണ്ടുവെക്കുക. ഇതാണ് പതിവ്, നാട്ടു നടപ്പതാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. പക്ഷേ അതിന്മേലും അതിൻ്റെ എക്സ്പയറി ഡേറ്റിനെ കുറിക്കുന്നതായിട്ടുള്ള ഒരു നിയമമുണ്ട്. പൊതുജനങ്ങൾക്ക് അത് എത്രത്തോളം ബോധ്യമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എങ്കിലും ഇത് വളരെ മർമ്മപ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരറിവാണ്. അതായത് ഗ്യാസ് സിലിണ്ടറിൽ നമ്മളത് ക്യാരി ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റെ ഇടതോ വലതോ ഭാഗങ്ങളിലായിട്ട് 4 ആൽഫബറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ABCD. അതിൽ A എന്നാണ് ആൽഫബറ്റ് ഉള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഒരു വർഷത്തിലെ ആദ്യ 3 മാസങ്ങളായ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതിലേതെങ്കിലും ഒരു മാസത്തിലായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുക. ഇനി B ആണെങ്കിൽ തുടർന്നുള്ള മാസങ്ങളായ ഏപ്രിൽ, മെയ്, ജൂൺ. C ആകുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. D ആണെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി ആ ആൽഫബറ്റിനോടൊപ്പം ഒരു നമ്പർ നമുക്ക് കാണാൻ പറ്റും. അത് 24 എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 2024. ഉദാഹരണം, A24 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? 2024 വർഷത്തിലെ ആദ്യ 3 മാസങ്ങളായ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇവയിൽ ഏതെങ്കിലും ഒരു മാസമായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടാകുക. ഇനി നമ്മളിത് നോക്കിയെടുക്കുന്ന സമയത്ത് അതൊരു C19 അല്ലെങ്കിൽ 20 എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നതിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് 2019 അവസാന 3 മാസങ്ങളിൽ ഏതോ ഒരു തവണ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് അറിയാതെ വാങ്ങിച്ചു വെക്കുകയും അത് മുഖാന്തരം വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് നമ്മളുടെ ഒരു വീഴ്ച കൂടിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള സിലിണ്ടറുകൾ വാങ്ങിക്കുമ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കി തന്നെ എടുക്കണം. വക്കീലെ പറഞ്ഞ പോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ഗ്യാസ് സിലിണ്ടർ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു. 2023 ഒരു ഗ്യാസ് സിലിണ്ടറാണ് നമ്മുടെ വീട്ടിൽ വന്നതെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? പരിഹാരമുണ്ട്. പരിഹാരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ഗ്യാസ് ഏജൻസിയായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. നിർബന്ധമായി അവരുടെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ കൈവശം സൂക്ഷിക്കുക എപ്പോഴും. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒരു ഡിലേ വരാതെ തന്നെ പെട്ടെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നമുക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്ത് പകരം പുതിയ എക്സ്പയറി ഡേറ്റ് കൃത്യമായി കാണിക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ പകരം കൊണ്ടുതരാൻ ആവശ്യപ്പെടുക. ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോംവഴി.